6 അമേരിക്കൻ പ്രസിഡന്റുമാർക്കൊപ്പം ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി. കുവൈറ്റ് ആക്രമണകാലത്ത്, കുവൈറ്റ് യുദ്ധകാലത്ത് റോക്കറ്റ് ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് മാത്രം ജീവൻ തിരിച്ചു കിട്ടിയ ഒരു പുരോഹിതൻ. ആലപ്പുഴ പായിപ്പാട് നിന്ന് വൈറ്റ് ഹൗസിലെത്തിയ ഫാദർ അലക്സാണ്ടർ കുര്യൻ. തുടക്കം ഫാദർ ബുഷിൻ്റെ ലാസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തു. അന്ന് തൊട്ട് ഫാദർ ബുഷിൻ്റെ ലാസ്റ്റ് ഇയർ, അത് കഴിഞ്ഞ് പ്രസിഡന്റ് ക്ലിൻ്റൺ വന്നു, പിന്നെ സൺ ബുഷ്, അത് കഴിഞ്ഞ് പ്രസിഡന്റ് ഒബാമ വന്നു, പിന്നെ പ്രസിഡന്റ് ട്രംപ്, പിന്നെ ഇപ്പോൾ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ. 4 നൂറ്റാണ്ടോളമായി അമേരിക്കൻ പ്രസിഡന്റുമാരുടെ തീരുമാനങ്ങൾ കടുകിടവിടാതെ നടപ്പാക്കുകയും നയതന്ത്ര ഓഫീസുകളുടെ സൃഷ്ടിയിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്യുന്ന മലയാളി. ബുഷും ക്ലിന്റണും ഒബാമയും ട്രംപും ബൈഡനുമെല്ലാം ആത്മവിശ്വാസത്തോടെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്ന പായിപ്പാട്ടുകാരൻ. പട്ടം ഏൽക്കുന്ന സമയത്ത് തന്നെ MBA ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഞാൻ പ്രൈവറ്റ് സെക്ടറിലൊരു കൺസൾട്ടൻ്റായിട്ട് ജോലി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവിടുന്ന് 14 വർഷം ജോലി ചെയ്തു. സീനിയർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായി പ്രൈവറ്റ് സെക്ടർ കമ്പനിയിൽ. അങ്ങനെ ഇരുന്നപ്പോൾ ആണ് 1998 ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. അതിന് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് 360 പേര് അപ്ലൈ ചെയ്തു. അതിൽ നിന്ന് ഫൈനൽ 3 ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുന്നു. 1998 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫാദർ അലക്സാണ്ടർ കുര്യൻ ജോലിക്ക് കയറുന്നത്. പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് ഈ പുരോഹിത വേഷം. അല്ലാത്തപ്പോഴെല്ലാം ഉയർന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥൻ. ലോകം മുഴുവൻ അമേരിക്കയുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ഒരുക്കുകയാണ് പ്രധാന ദൗത്യം. 130ഓളം രാജ്യങ്ങളിലായി 324 നയതന്ത്ര ഓഫീസുകൾ തയ്യാറാക്കി. ഇതിനിടെ അഫ്ഗാൻ യുദ്ധസമയത്തും ഇറാഖ് യുദ്ധകാലത്തും പ്രത്യേക ദൗത്യങ്ങൾ ഏറ്റെടുത്തു. അതിനകത്ത് 2 വട്ടം ഒരാഴ്ചയിൽ ഞാൻ ഈ ഗ്രീൻ സോണിൽ നിന്ന് റെഡ് സോണിൽ പോവും, ഇറാഖി മിനിസ്ട്രി ട്രെയിൻ ചെയ്യാൻ വേണ്ടി. ഉടനെ അതിൽ 9ാമത്തെ മാസം തിരിച്ച് അന്നത്തെ ട്രെയിനിങ് കഴിഞ്ഞു. ഒരു ബുധനാഴ്ച തിരിച്ചു വരുന്ന സമയത്ത് ആ ഡൗൺ ടൗൺ ബാഗ്ദാദ് ഏറ്റവും ബിസിയായിട്ട് ലൊക്കേഷൻ വെച്ച് ഞങ്ങൾ റോക്കറ്റ് അറ്റാക്കായിരുന്നു നടന്നത്. എൻ്റെ ടീമിൽ 15 പേരെയാണുള്ളത്. ഞങ്ങൾ 9 മാസമായിട്ട് ഒന്നിച്ച് കിടന്നുറങ്ങുകയും ഒന്നിച്ച് കഴിക്കുകയും ചെയ്യുന്ന 15 പേരായിരുന്നു ഞങ്ങളുടെ കോൺവോയിൽ 4 കാറാണ് ഉള്ളത്. 4 അത് 4 ബുള്ളറ്റ് പ്രൂഫാണ്. 2 ഫ്രണ്ട് ആൻഡ് ചേസ്, ഇത് 2 പ്രൊട്ടക്ഷനാണ്. അതിനിടയ്ക്ക് പ്രിൻസിപ്പൾ ഇരിക്കുന്ന, ഞാനായിരുന്നു പ്രിൻസിപ്പൾ, ഞാൻ ഇരിക്കുന്ന ഒരു കാറ്, പിന്നെ ഒരു ഡമ്മി കാറും ഉണ്ട്. ഇറാഖ് യുദ്ധസമയത്ത് 15 മാസത്തെ ചുമതലയ്ക്കിടെയായിരുന്നു റോക്കറ്റ് ആക്രമണം. മരിച്ചെന്നുറപ്പിച്ച് ശത്രുക്കൾ തിരിച്ചു പോയതിനാൽ മാത്രം തിരിച്ചു കിട്ടിയ ജീവൻ. ഫ്രണ്ടിലെയും ബാക്കിലെയും 3 കാറിലും തീ കൊടുത്തവർ 3. അതിനകത്തുണ്ട് സോൾജിയേഴ്സ്, എന്നുവെച്ചാൽ മറീൻസ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മെഷീൻ ഗണ്ണുമായിട്ട് അവരെ എല്ലാം നിർത്തി തീ കൊടുക്കുകയായിരുന്നു അവർ. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ഇവരെ ഓരോരുത്തരെ. എന്നിട്ട് എൻ്റെ കാറയിൽ 2 സൈഡിലും 2 സോൾജിയേഴ്സ് പ്രൊട്ടക്ഷനുണ്ട്. അവർക്ക് 2 പേർക്കും പെഡലിക്കാണ് വെടിയേറ്റത്. കാരണം ഞങ്ങൾക്ക് ഹെൽമെറ്റ് ഉണ്ട്, ബോഡി ആമറുണ്ട്. ഉടനെ ഈ വെടി കൊള്ളാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് നെറ്റി, മുഖം, ഇങ്ങനെയുള്ള സ്ഥലം, അല്ലെങ്കിൽ നമ്മുടെ ഈ കൈ ഇങ്ങനെയൊക്കെ ഉള്ളത്. അവർക്ക് 2 പേർക്കും പെഡലിക്ക് വെടിയുണ്ട്. പിന്നെ എൻ്റെ ട്രാൻസ്ലേറ്ററിന് ഈ നെറ്റിക്കൂടെ പോയ ഫ്രണ്ടിലെ വിൻഷീൽഡിൽ നിന്ന് ആ വിൻഷീൽഡ് വെടികൊണ്ട് പുള്ളിക്കാരൻ ഇമ്മീഡിയറ്റ്ലി മരിച്ചു. എൻ്റെ ഡ്രൈവറിൻ്റെ ഇടത്തെ തുടയ്ക്ക വെടികൊണ്ടത്. പുള്ളിയുടെ ഈ എല്ല് പുറത്ത് ഷാറ്റർ ചെയ്തു. പിന്നെ എനിക്ക് ദൈവം അനുവദിച്ച് പറ്റിയതെന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും 2 ബോഡി ഗാർഡ്സ് അപ്പുറം ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ബാക്ക് സീറ്റിൽ ഇരുന്നതുകൊണ്ട് എനിക്ക് പറ്റിയത് ആ വെടി വന്ന് കൊണ്ട വിൻഷീൽഡിൽ നിന്ന് ഒരു ഇത്രയുള്ളൊരു പീസ് ഗ്ലാസ് എൻ്റെ തലയ്ക്കകത്ത് കയറി. ഇപ്പോൾ ഇവിടെ ഇപ്പോഴും കാണാൻ പറ്റും എൻ്റെ മാർക്ക്, ഇവിടെ നടുക്ക്. അതിങ്ങനെ പകുതി പുറത്തും പകുതി അകത്തുമായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. ബ്ലഡ് ഇങ്ങനെ മേത്തുനിന്ന് എല്ലാം ഒലിക്കുക. ഞാൻ തൊട്ട് നോക്കിയപ്പോഴും മുഖം മുഴുവൻ ബ്ലഡ് ഇങ്ങനെ ഒലിക്കുക, ഉടുപ്പയിലോട്ട് ഒലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു തീർന്നു വിചാരിച്ചു. ഉടനെ ഇവർ അവസാനം വന്ന് ഡോറ് തുറന്ന് അകത്ത് നോക്കിയപ്പോൾ ഇതുപോലെ ഞാൻ രക്തത്തിൽ കുളിച്ചിരിക്കുക, എൻ്റെ ഡ്രൈവറിൻ്റെ എല്ല് പുറത്തിരിക്കുക, മുഴുവൻ ബ്ലഡ്. ഉടനെ അവർ പറഞ്ഞു ഹീസ് ഡെഡ് എന്ന് പറഞ്ഞ് അവർ തിരിച്ച് ഡോർ അടച്ചിട്ട് അങ്ങ് പോയതാണ്. ബറാക് ഒബാമ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്വവർഗാനുരാഗികളുടെ അവകാശം ഉറപ്പാക്കുന്ന നയം അമേരിക്ക പ്രഖ്യാപിക്കുന്നത്.
വിപ്ലവകരമായ ഈ നയരേഖ തയ്യാറാക്കിയത് പുരോഹിതൻ കൂടിയായ അലക്സാണ്ടർ കുര്യനായിരുന്നു. ഇവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടാക്സ് ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ? ഇല്ലായിരുന്നു ആദ്യമേ. എന്നാൽ അതിനുള്ള പോളിസി, അങ്ങനെയുള്ള പോളിസി അവർക്ക് എവിടെ പോയാലും എന്ത് ചെയ്താലും ശരി, ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ, പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്യാൻ, ഇങ്ങനെയുള്ള എല്ലാ കോൺസെപ്റ്റുകളുള്ള ഈക്വൽ റൈറ്റ്സ് കൊടുക്കുന്നതിൻ്റെ പോളിസിയാണ് എഴുതിയത്. 16-ാം വയസ്സിലാണ് അലക്സാണ്ടർ കുര്യൻ അമേരിക്കയിലെത്തുന്നത്. സഹോദരിയുടെ നിർബന്ധത്തിന് വഴങ്ങി പഠിക്കാൻ പോയ ബാലൻ ഇപ്പോൾ 147 രാജ്യങ്ങളിൽ യാത്ര ചെയ്ത ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥൻ. അജിതയാണ് ഭാര്യ. 2 മക്കളുണ്ട്. ദുബായിലെത്തിയതുപോലെ ഇടയ്ക്കെല്ലാം കേരളത്തിലുമെത്തും ഫാദർ അലക്സാണ്ടർ കുര്യൻ. വൈറ്റ് ഹൗസിലെ ഉന്നത സ്ഥാനത്തെത്താൻ മലയാളവും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. 7 ലെയർ ഓഫ് ഇൻ്റർവ്യൂസാണ് എനിക്ക് എൻ്റെ പൊസിഷനിൽ ആദ്യം കയറാൻ ഇടയായപ്പോൾ ഉണ്ടായത്. 7 ഇൻ്റർവ്യൂ ആയിരുന്നു. അതിനകത്ത് അവസാനത്തെ ഇൻ്റർവ്യൂ ഉണ്ട്. ഫൈനലായിട്ട് വന്നപ്പോഴും 3 പേരെ ഞങ്ങൾ എലക്ട് ചെയ്തു. അവസാനത്തെ 3 ഫൈനലിസ്റ്റ് ഫോർ ദി ഫൈനൽ ഇൻ്റർവ്യൂ. അന്നേരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഇൻ്റർവ്യൂ അത് വരുന്നത്. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ പ്രൂഫ് ചെയ്യേണ്ടത്, ഈ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂഫ് ചെയ്യേണ്ടത് നമുക്ക് എന്താ പ്രത്യേകത, ഒരു സ്റ്റെപ്പ് എന്തുകൊണ്ടെന്ന് നമ്മൾ പ്രൂഫ് ചെയ്യണം. എന്തുകൊണ്ടാണ് മറ്റേ 2 പേരെക്കാട്ടിലും മറ്റു 2 പേരെയും അവഗണിച്ചുകൊണ്ട് എന്നെ എന്തിന് ഹയർ ചെയ്യണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഉടനെ ഞാൻ ഇത്രയും 7ാമത്തെ ഇൻ്റർവ്യൂ പറയാവുന്നതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനിയൊന്നും പറയാനില്ല. ഉടനെ അവസാനം ഇവർ ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, വെർ ആർ യു ഫ്രം? ഞാൻ പറഞ്ഞു ഒറിജിനലി ഫ്രം ഇന്ത്യ. അത് പറഞ്ഞു കഴിഞ്ഞപ്പം ചോദിച്ചു, ഡു യു സ്പീക്ക് എനി ലാംഗ്വേജ് എന്ന് ചോദിച്ചു. ഉടനെ അതാ അവർ നോക്കുന്നത് എന്തോ ആ പ്രത്യേകതയുള്ളതെന്നുള്ള കാര്യം. ഉടനെ ഞാൻ പറഞ്ഞു ഇതുപോലെ മലയാളം. ഉടനെ അവർ ഇങ്ങോട്ട് ചോദിച്ചു, ഈ മുമ്പിൽ നിന്ന് പുറകിൽ നിന്ന് മുമ്പോട്ടും സ്പെല്ല് ചെയ്യുമ്പോൾ സൗണ്ട് ചെയ്യുന്ന ആ സെയിം മലയാളം ബാക്കിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ സ്പെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം തന്നെ. ഉടനെ അവർ പറഞ്ഞത്, ഇഫ് യു ക്യാൻ സ്പീക്ക് മലയാളം യു ക്യാൻ ഡു എനിത്തിങ് ഇൻ ദി വേൾഡ് എന്നാണ് പറഞ്ഞു എന്നോട്.